സന്ദീപ് വന്ന് നമുക്കെതിരെ മൊഴി മാറ്റി പറഞ്ഞാലും അവന്തികയോട് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ ആയുധങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. ഇത് ദൈവം തന്നെ നമ്മുടെ കയ്യിൽ നേരിട്ട് കൊണ്ട് തന്നതാ സച്ചി. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്തികയുടെ തേരോട്ടത്തിന്റെ അന്ത്യമായിരിക്കും. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ഇപ്പോഴും മറിഞ്ഞു നിന്ന് നമ്മളെ സഹായിക്കുന്ന ആളിനോടാ. അതെ, നമ്മള് ജയിക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം അയാൾക്കാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാതെ അയക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നൂടെ? ഒരു താങ്ക്സ് എങ്കിലും പറയായിരുന്നു. ചിലരങ്ങനെയാ സച്ചി. ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കൊന്നും ഒരു നന്ദി വാക്ക് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നന്മ ചെയ്യണമെന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുണ്ടാവൂ. എന്തായാലും നമുക്കിത് അയച്ചെന്ന ആളിന് നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എന്തായാലും നാളെ രാവിലെ ഞാൻ നേരത്തെ കോടതിയിലെത്താം. ഓക്കെ, ശരി വക്കീലേ. ശരി സച്ചി. മറിഞ്ഞു നിന്ന് സഹായിക്കുന്ന ആളിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ സച്ചിക്കും അർച്ചനയ്ക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പം എനിക്കും പറ്റുന്നുള്ളൂ. അച്ഛാ, അതെന്തിനാ കീറിക്കളഞ്ഞ്? കഷ്ടമുണ്ട് അച്ഛാ. ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും? ഗൂഗിൾ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. എന്തുപറ്റി? ഒരു ചെറിയ തലവേദന. കേസുകളൊക്കെ അഡ്ജൈൻ ചെയ്യാൻ പറഞ്ഞു. നോക്കട്ടെ. ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടാലോ? വേണ്ട, ഡോക്ടറെ കണ്ടാലും ഈ തലവേദന അങ്ങൊന്നും മാറാൻ പോകുന്നില്ല. അതെന്തു പറ്റി? അതെങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാന് ഒന്ന് കിടക്കട്ടെ. സമൃദ്ധേ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ ശിക്ഷിച്ച് ജയിലിലിടാൻ കഴിയില്ല. തീരുമാനം എടുക്കേണ്ട സമയത്ത് അതിനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്ന എല്ലാം നഷ്ടങ്ങളായിരിക്കും. അത് മനസ്സിലാക്കിയാൽ നല്ലത്.